മദ്യം കുടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ബ്രാൻഡി ആയിക്കോട്ടെ, വിസ്കി ആയിക്കോട്ടെ, കള്ള് ആയിക്കോട്ടെ, ഏത് തരം ഫോമിലുള്ള ആൽക്കഹോൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു കെമിക്കലിനെ നമ്മളുടെ ബ്രെയിനിൽ എത്തിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കെമിക്കൽ നമ്മൾ പുറത്തു നിന്ന് ബ്രെയിനിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിലവിൽ ബ്രെയിനിൽ ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ പേര് ഡോക്കിംഗ് പോട്ട്സ് എന്നാണ്. നമുക്കറിയാം നാഡീവ്യൂഹങ്ങൾ. അവിടെ നോർമൽ ബ്രെയിൻ കെമിക്കലുകൾ നിലവിലുണ്ട്. അപ്പോൾ പഴയ നിലവിലുള്ള ബ്രെയിൻ കെമിക്കലും പുതിയതായി നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആൽക്കഹോൾ കെമിക്കലും തമ്മിൽ ഒരു മത്സരമുണ്ടാകുന്നു. നമുക്കറിയാം അത് നെർവ് സെൽസിൽ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളുടെ സെല്ലുകളിലാണ് ആ പരസ്പരം മത്സരം ഉണ്ടാകുന്നത്. അപ്പോൾ മദ്യമെന്ന അഡിക്റ്റീവായിട്ടുള്ള കെമിക്കൽ സാധാരണ നമ്മുടെ ബ്രെയിനിലുള്ള നോർമൽ കെമിക്കലിനേക്കാൾ ശക്തനാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വിജയിക്കാനായിട്ട് ഇവർ വല്ലാതെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മദ്യം. അങ്ങനെ അവർ നമ്മുടെ നാഡീവ്യൂഹത്തിലെ ഞരമ്പുകൾക്കിടയിൽ ഒരു ഫയർ ഉണ്ടാക്കുകയും അങ്ങനെ നമുക്ക് ഈ രണ്ട് മത്സരങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതിനിടയിലാണ് നമ്മൾ ഹൈ ആവുന്നത്, അല്ലെങ്കിൽ നമുക്ക് പൂസാകുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇങ്ങനെ മദ്യാസക്തനായ ഒരാൾ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, നോർമൽ കെമിക്കൽ, അതായത് ബ്രെയിനിൽ സാധാരണ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ കെമിക്കൽസ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറയുന്നു. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഈ ബ്രാൻഡിയോ മറ്റു മദ്യമോ നമ്മൾ ബ്രെയിന് കൊടുക്കുമ്പോൾ, നമ്മുടെ അഡിക്റ്റീവ് കെമിക്കൽ കൊടുക്കുമ്പോൾ മറ്റ് സാധാരണ കെമിക്കൽ പ്രൊഡക്ഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ലാതെ ആ കട്ട് ബാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അഡിക്റ്റീവ് കെമിക്കൽ കൂടുതലായി കടന്നു ചെല്ലുകയും നോർമൽ കെമിക്കലിനെ ഇല്ലാതാക്കുകയും അഡിക്റ്റീവ് കെമിക്കൽ കൂടുതലാവുകയും ചെയ്യുന്നു. ഇത് നമ്മളിൽ ചില ന്യൂറോൺസിനെ ബാധിക്കുന്നു. അങ്ങനെ അതിനെ അവിടെ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ മദ്യാസക്തനായവൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിൻ നല്ലൊരു വ്യത്യാസം വരുന്നു. കാരണം നമ്മുടെ പൂസ് എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, പൂസ് ഹൈ എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ വയ്ക്കുന്നത്. അത് നിലനിർത്താൻ വേണ്ടി മോർ ആൻഡ് മോർ കൂടുതൽ അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഈ മദ്യത്തെ ഇത് സ്വീകരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും കുടിച്ചു കഴിയുമ്പോൾ ബ്രെയിൻ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ അഡിക്റ്റീവ് സൈക്കിള് വലുതായി വരും. അപ്പോൾ കൂടുതൽ മദ്യം ആവശ്യപ്പെടാനായിട്ട് ബ്രെയിൻ തുടങ്ങും. എപ്പോഴാണോ നമ്മൾ മദ്യപാനം നിർത്തുന്നത്, അല്ലെങ്കിൽ ഈ അഡിക്റ്റീവ് കെമിക്കൽ നമുക്ക് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് നിർത്തുന്നത്, അപ്പോൾ നമ്മളുടെ നോർമൽ ബ്രെയിൻ കെമിക്കൽ, അതിൽ അവിടെ സാധാരണ നിലവിൽ ഉള്ള കെമിക്കൽ വീണ്ടും ചെറിയ തോതിൽ പ്രൊഡക്ഷൻ തുടങ്ങും. അങ്ങനെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന നോർമൽ കെമിക്കൽ വളരെ പെട്ടെന്ന് തന്നെ ആ ലെവലെത്തിക്കുകയല്ല. കാരണം നമ്മൾക്ക് ഓൾറെഡി അവിടെ ചില അഡിക്ഷൻ ലെവലിലുള്ള കെമിക്കൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കാലതാമസം ഇത് വരുത്തും. അതായത് നോർമലിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ പഴയ നിലയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു കാലതാമസം നടത്തും. ഇവിടെയാണ് നമുക്ക് വിത്ഡ്രോവൽ സിൻഡ്രോം ഉണ്ടാകുന്നത്. വിത്ഡ്രോവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലർ ശാരീരികമായിട്ട് അസുഖമുണ്ടാകുന്നു, ചിലർ ഡിപ്രഷൻ അല്ലെങ്കിൽ നിരാശനാകുന്നു, ഭയങ്കരമായിട്ട് അജിറ്റേഷൻ, ഭയങ്കര ദേഷ്യം വരുന്നു, കൺഫ്യൂസ്ഡ് ആകുന്നു, എന്തൊക്കെ ചെയ്യണമെന്ന് വളരെ ഞങ്ങളുടെ അടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ അവിടെ അയാൾ അറിയാതെ നടക്കുകയും ഭിത്തിയിലിടിക്കുകയും ബോധം കെട്ടു പോവുകയൊക്കെ ചെയ്യുന്ന പല വിത്ഡ്രോവൽ സിംറ്റംസും നമ്മുടെ ചുറ്റും, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മദ്യപാനം നിർത്തി കഴിയുമ്പോൾ വളരെ സാവധാനം ബ്രെയിൻ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടും, നോർമൽ കെമിക്കലിനുള്ള പ്രൊഡക്ഷൻ കൂട്ടും. അതിൻ്റെ നാഡീവ്യൂഹങ്ങളിൽ അടഞ്ഞു പോയിട്ടുള്ള എല്ലാം റീ ഓപ്പൺ ചെയ്യും, വീണ്ടും തുറക്കുകയും
ആ ഡോക്കിംഗ് പോർട്സ് അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിൻ്റെ വീണ്ടും തുറന്നുകൊണ്ട് നോർമൽ ലെവലിലേക്ക് വരികയും ചെയ്യും. പക്ഷേ ഇതിന് കുറച്ച് സമയമെടുക്കും. അങ്ങനെ സമയമെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഓൾറെഡി നമ്മുടെ അഡിക്റ്റീവ് സബ്സ്റ്റൻസസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സഹായവും കൂടി സ്വീകരിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് 6 മാസവും മദ്യം ഉപയോഗിക്കുന്നവർക്ക് 2 to 3 മന്ത്സുമാണ് നമുക്ക് നോർമൽ ലെവലിലേക്ക് ഈ പറയുന്ന നാഡീവ്യൂഹങ്ങളെല്ലാം തിരിച്ചെത്താനായിട്ട് വേണ്ടതെന്നാണ് സാധാരണ രീതിയിൽ വൈദ്യശാസ്ത്രം പറയുന്നത്. കുടി നിർത്തിയ ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്രെയിനിലെ മറ്റ് ഇതൊക്കെ മെറ്റാബോളിസത്തിലൂടെ വീണ്ടും ശരിയാകുന്നുണ്ട്. പക്ഷേ വീണ്ടും ആ നോർമൽ ബ്രെയിൻ കെമിക്കലിലേക്ക്, അല്ലെങ്കിൽ അത് ഷോർട്ട് സപ്ലൈ ആണ്. അപ്പോൾ ആ ഷോർട്ട് സപ്ലൈ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്രേവിങ് നടക്കും. അതായത് വീണ്ടും ബ്രെയിൻ നമ്മളോട് ആവശ്യപ്പെടും കുടിക്കുക എന്നുള്ള ആ ഒരു സന്ദേശം നമ്മൾക്ക് തരും. എങ്ങാനും നമ്മൾ വീണ്ടും കുടിച്ചാൽ, അല്ലെങ്കിൽ അതിനെ പറയുന്നത് സ്ക്രീമിങ് ഓഫ് ബ്രെയിൻ എന്നാണ്. അപ്പം ബ്രെയിനിൻ്റെ കരച്ചിലാണ്, എനിക്ക് മദ്യം തരൂ. കാരണം ഈ പുതിയ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ദീർഘകാലം നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്ന കെമിക്കലായിട്ടുള്ള നമ്മുടെ മദ്യം കിട്ടാതെ വരുമ്പോൾ ആ കോമ്പറ്റീഷൻ നടക്കുന്നില്ല. അപ്പോൾ ആ കോമ്പറ്റീഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ബ്രെയിന് വീണ്ടും നമ്മളോട് മദ്യം ആവശ്യപ്പെടും. അതിനെയാണ് ക്രേവിങ് എന്ന് വിളിക്കുക. നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രെയിൻ ആവശ്യപ്പെടുകയും നമ്മൾ ഓവറായിട്ട് കാരണം ഒരു ശരിയായ പൂസ് കിട്ടണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ ആദ്യം 2 അടിക്കുമ്പോഴല്ല പൂസ് കിട്ടുന്നത്, പിന്നീട് അടിക്കുമ്പോഴെല്ലാം കൂടുതൽ ഒരു കുപ്പി അടിച്ചാലും നമുക്ക് മതിയാവാതെ വരുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ തലച്ചോറ് എത്തിച്ചേരും. എന്നാൽ കുടി നിർത്തുന്ന ഒരാൾക്ക് ദീർഘകാലം കഴിയുമ്പോൾ ഈ പറയുന്ന ന്യൂറോൺസൊക്കെ ശരിയായ പാതയിലും. അപ്പോൾ ക്രേവിങ് വേവ് അല്ലെങ്കിൽ കൊതി എന്ന് പറയുന്ന ആ തിരമാലയിൽ നമ്മൾ പെട്ടുപോകാതിരുന്നാൽ നമ്മളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയുകയും നമ്മൾ പതുക്കെ നോർമൽ ലൈഫിലേക്ക് കടന്നു വരാനും സാധിക്കും. എനിക്കറിയാം നമ്മളൊരു ശാസ്ത്രീയ ഗവേഷണത്തിനൊന്നും മുതിരാറില്ല. പക്ഷേ ഒരു ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന അംഗമെന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ശാസ്ത്രീയ ഗവേഷണത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളത്. ശാസ്ത്രീയ ഗവേഷണത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പോ അതിൻ്റേതായ രീതിയിൽ ശാസ്ത്രീയ ഗവേഷണത്തിൽ ഏർപ്പെടുന്നില്ല എന്നാണ്. പക്ഷേ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അംഗം എന്ന രീതിയിൽ ആർക്കും ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതിനെപ്പറ്റി പറയുകയും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്രെയിനിൽ ബാധിക്കുന്ന കാര്യങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇതെങ്ങനെ നമുക്കറിയാം മെൻ്റൽ ഒബ്സഷൻ എങ്ങനെ ഉണ്ടാകുന്നു. ഇവിടെ ഈ സമയത്തേക്കാണ് നമ്മുടെ വിൽ പവർ, നമുക്കൊരു മാനസിക ധൈര്യം അല്ലെങ്കിൽ വിൽ പവർ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്താമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് സാധിക്കാതെ വരികയും നമ്മുടെ മനസ്സ് വീണ്ടും മദ്യം വേണമെന്ന, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളോട് കഴിക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ അഡിക്റ്റീവ് കെമിക്കലിലേക്ക് ആവശ്യപ്പെടാനായിട്ട് നമുക്ക് തുടങ്ങും. അതിനെയാണ് മെൻ്റൽ ഒബ്സഷൻ എന്ന് വിളിക്കുക. കാരണം നമ്മൾ സ്ഥിരമായി പോകാറുള്ള ഒരു ബാറ് കാണുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായി കുടിക്കാറുള്ള ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കമ്പനി കൂടുന്ന ഒരു കൂട്ടുകാരനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫീലിങ്സോ നെഗറ്റീവ് ചിന്തകളോ ഉണ്ടാകുമ്പോൾ, അങ്ങനെ കുടിക്കാലത്ത് ഉണ്ടാകുന്ന ശീലങ്ങളുടെ ഒരു ചങ്ങലകളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ കുടിച്ചുകൊണ്ടിരുന്നവരാകാം, നമ്മൾ കൂട്ടുകൂടി കുടിച്ചുകൊണ്ടിരുന്നവരാകാം, ഒറ്റയ്ക്ക് ഒരു പെഗ് മേടിക്കുകയോ 2 പെഗ് മേടിക്കുകയോ ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നവരാകാം. അപ്പോൾ പിന്നെ 2 പെഗ് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും സ്ഥിരമായി കുടിച്ചുകൊണ്ടിരുന്നവരാകാം. ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻസ് വീണ്ടും എപ്പോഴെങ്കിലും നമ്മുടെ തലയിലേക്ക് വരുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയും കുടിക്കടാ. അതിനെയാണ് ക്രേവിങ് അല്ലെങ്കിൽ മെൻ്റൽ ഒബ്സഷനിലൂടെ നമുക്ക് ഈ ആസക്തി, ക്രേവിങ് എന്ന് പറയുന്ന കൊതി നമ്മളിലുണ്ടാകുന്നത്. അത് മദ്യത്തിൻ്റെ മണം കേൾക്കുമ്പോഴാകാം,
അല്ലെങ്കിൽ നമ്മുടെ സിനിമകളിലോ സീരിയലിലോ എവിടെയെങ്കിലും പത്രത്തിൽ പോലും മദ്യത്തിൻ്റെ ഒരു ചിത്രം കാണുമ്പോഴാകാം, മദ്യക്കുപ്പിയുടെ ഒരു ചിത്രം കാണുമ്പോഴാകാം, നമുക്ക് വല്ലാതെ ദേഷ്യം വരുമ്പോഴാകാം, മറ്റുള്ളവരെക്കുറിച്ച് നിരാശ വരുമ്പോഴാകാം. ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാനാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ മരണം വരെ പോകണം എന്ന് സാധാരണ നമ്മുടെ പഴമക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ നന്നായി തന്നെ ക്രേവിങ്ങിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഒരു മദ്യാസക്തനിൽ ക്രേവിങ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഓരോരോ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഇനിയും ഈ വിഷയങ്ങളെല്ലാം ഇവിടെ സംസാരിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.